മിനിമം 12,000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷമാണ് അഡ്വക്കേറ്റ് PM നിയാസ് നിങ്ങൾ ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതിന് നിങ്ങൾ തേടിയ സാധ്യതകൾ അതുകൂടി പറയണമല്ലോ. നിങ്ങൾ തേടിയത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ ചരിത്രത്തിൽ ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് പെടുത്തിയിരിക്കുന്നു, നിങ്ങളുടെ അസോസിയേറ്റ് മെമ്പർ ആക്കിയിരിക്കുന്നു. അൻവറിനെ പോലും നിങ്ങൾ അസോസിയേറ്റ് ആക്കാൻ തയ്യാറായിട്ടില്ല, പക്ഷേ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ കൂട്ടത്തിൽപ്പെടുത്തി. അതുപോലെ അൻവറുമായിട്ടുള്ള രാത്രി ഇടപെടലുകൾ പുറത്തേക്ക് വന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അതും മുന്നോട്ട് പോയേനെ എന്നുള്ളത്. അതുപോലെ മറ്റ് തരത്തിൽ നിങ്ങൾ വോട്ടുകൾ നേടാൻ പല രീതിയിൽ ശ്രമിക്കുന്നു എന്നുള്ളത് ഇതിനകം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഏതു വിധേനയും ഇടത് സ്ഥാനാർത്ഥിക്ക് പരാജയം ഉണ്ടാകുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങൾ BJPയുടെ കൂടി കോലീബി എന്ന വാക്ക് നിലമ്പൂരിലും കൊണ്ടുവരാൻ BJPയുടെ കൂടി സഹകരണം തേടിയിട്ടുണ്ട് എന്നതാണോ ഇപ്പോൾ കാണേണ്ടത്? ആ അർത്ഥത്തിൽ BJP സ്ഥാനാർത്ഥി പറയുമ്പോൾ ഔദ്യോഗികമായി നിങ്ങളുടെ ഒരു പ്രതികരണം വരേണ്ടതുണ്ട്. നോക്കൂ, ഞാനതിന് മറുപടി പറയാം. എൻ്റെ ലാലിനോട് എനിക്ക് പറയാനുള്ളത്, ലാലെ, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ് ഞങ്ങൾ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയുടെ പിന്തുണ കഴിഞ്ഞ 2019 വരെ എല്ലാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും എന്ത് ജില്ലയിൽ ഒരു മിനിറ്റ് അല്ല, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയട്ടെ ലാലെ, അസ്വസ്ഥനാകല്ല. ഞാൻ പറയട്ടെ, എൻ്റെ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ മുക്കം മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റി ഉണ്ട്. ആ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളുടെ ഘടകകക്ഷി ആരായിരുന്നു അറിയുമോ? ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിങ്ങൾ വിജയിച്ച സ്ഥാനാർത്ഥിയെയും കൊണ്ട് ഞാൻ പറയാം, മുക്കത്തെ ജമാഅത്തെ ഇസ്ലാമി ഞാനത് പറയാം. അത് കൂടാതെ കഴിഞ്ഞ എൻ്റെ ജില്ലയിൽ രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. നാദാപുരം നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പുണ്ടായിരുന്ന അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും, ആ രണ്ട് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ BJPയുടെ 3800 വോട്ടുകൾ കാണുന്നില്ല. നിങ്ങൾ 3200 വോട്ടിലാണ് ജയിച്ചത്. അതുപോലെ കുറ്റ്യാടിയിൽ നിങ്ങളുടെ BJPയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാളും 1800 വോട്ടുകൾ അവർക്ക് കാണുന്നില്ല. ആ വോട്ട് നിങ്ങൾ 300 വോട്ടിലാണ് ജയിച്ചത്. നിങ്ങളെ സമയം തന്നാൽ നിങ്ങൾ ഈ നിങ്ങളുടെ മന്ത്രിയായ രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മണ്ഡലത്തിൽ BJPക്ക് കഴിഞ്ഞതിന് മുമ്പത്തെ തവണ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ കിട്ടിയ വോട്ടുകളുടെ കുറവ് ഞാനിവിടെ പറയാം. 29 മണ്ഡലങ്ങളിൽ ഞാൻ പറയാം. ആ വോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒലിച്ചു പോയതല്ല. ആ വോട്ട് കൃത്യമായി അത് LDFന്റെ പാനലിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഞാൻ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം മുഴുവനും പറയാനുള്ള എല്ലാ അവസരവും സമയവും ഞങ്ങൾക്ക് ബന്ധമുണ്ടാക്കിയിരുന്നു എന്ന് സഖാവ് ഗോവിന്ദനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചത്. അതുകൊണ്ടാണ് സഖാവ് ഗോവിന്ദന്റെ പ്രസ്താവന ഞങ്ങൾ മുമ്പ് BJPയുടെ വോട്ട് ആർക്കാണ് കിട്ടിയത് എന്നുള്ളത് തെളിഞ്ഞല്ലോ. BJPയുടെ വോട്ട് ഷൗക്കത്തിനാണ് ചെയ്തിരിക്കുന്നത് എന്ന് സ്ഥാനാർത്ഥി തന്നെ പറയുന്ന ഒരു ഘട്ടം വന്നല്ലോ. ഞാൻ വരാം. RSSുമായി പറഞ്ഞത് ഓർമ്മിപ്പിച്ചത് RSSന്റെ വോട്ടുകൾ ലഭിക്കാൻ വേണ്ടിയാണ്.